വേനൽ കനത്തതോടെ ആലപ്പുഴ ജില്ലയിലെ പല പ്രദേശങ്ങളിലെയും കിണറുകൾ വറ്റിവരണ്ട അവസ്ഥയിലാണ്. കുടിവെള്ളത്തിനായി നെട്ടോട്ടം ഓടുകയാണ് പ്രദേശവാസികൾ. ടാങ്കറുകളിൽ ശുദ്ധജലം എത്തിക്കുന്നുണ്ടെങ്കിലും വെള്ളം തികയാതെ വരുന്നതായും പരാതിയുണ്ട്. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 2 ആഴ്ചയിൽ ഒരിക്കൽ മാത്രമാണ് ടാങ്കർ ലോറിയിൽ ശുദ്ധജലം എത്തിക്കുന്നത്. ഭക്ഷണം പാകം ചെയ്യുവാനും കുടിക്കാനും മറ്റാവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നതും ഇതേ വെള്ളമാണ്. പലപ്പോഴും കൊണ്ടുവരുന്ന വെള്ളം തികയാത്തതായും പരാതിയുണ്ട്. ഒരു ദിവസം ഒരു ടാങ്കിൽ വെള്ളം കൊണ്ട് ഞങ്ങൾക്ക് തികയത്തില്ല. ആ സാഹചര്യത്തിൽ ഞങ്ങൾ ഒരാഴ്ചയും 2 ആഴ്ച കൂടുമ്പോഴാണ് ഒരു ടാങ്ക് വെള്ളം കൊണ്ടുവരുന്നത്. കഴിഞ്ഞ 9-ാം തീയതി ഞങ്ങൾക്ക് ഇലക്ഷൻ സമയത്ത് വെള്ളം കൊണ്ടുവന്നു. അതിനുശേഷം ഇന്ന് വരെ വെള്ളം കൊണ്ടുവന്നില്ല. ഇവിടെ ഈ കിണറുകളെല്ലാം പറ്റി കിടക്കുക. കിണറുകളിൽ നിന്ന് നമുക്ക് ഒരു തുള്ളി വെള്ളം പോലും കിട്ടാനുള്ള മാർഗ്ഗമില്ല. ഇതെല്ലാം നല്ല രീതിയിൽ പറ്റിയിട്ട്, കാരണം ഇവിടെ കണ്ടപ്രദേശമായിട്ട് കൂടുതൽ താക്കാനും പറ്റത്തില്ല. താത്ത് കഴിഞ്ഞാൽ ചെളിവെള്ളം ആയതുകൊണ്ട് നമുക്ക് അധികം താക്കാതെ നമ്മളെ കിണർ കുത്തുന്നത്. കിണർ കുത്തുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ വെള്ളമില്ല. വെള്ളമില്ലാകുമ്പോൾ ഒരു ടാങ്ക് വെള്ളം നമുക്ക് ഒരു ദിവസം എല്ലാവരും കൂടെ ഒരു ടാങ്ക് വെള്ളം കൊണ്ടേ പറ്റും. പക്ഷേ 9 ദിവസം 10 ദിവസം കൂടുമ്പോഴാണ് ഒരു ടാങ്ക് വെള്ളം കൊണ്ടുവരുന്നത്. ഇത് ഞങ്ങൾ എങ്ങനെ കഴിയും? PIP കനാൽ വഴിയാണ് മണ്ഡലത്തിലെ ചെങ്ങന്നൂർ നഗരസഭ, മുളക്കുഴ, ആല, ചെറിയനാട്, വെൺമണി, പുലിയൂർ, പാണ്ടനാട്, തിരുവണ്ടൂർ പഞ്ചായത്തുകളിൽ ശുദ്ധജലം എത്തിക്കുന്നത്. എന്നാൽ മണിയാർ ഡാമിന്റെ ഷട്ടറിന്റെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ഇതുവഴി വെള്ളമെത്താതായിട്ട് നാളുകളേറെയായി. ജലക്ഷാമം രൂക്ഷമായതോടെ ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് കുറച്ചു നാളുകൾക്ക് മുമ്പ് കനാൽ വഴി വെള്ളം തുറന്നുവിട്ടിരുന്നു. പുതിയ ഷട്ടറിന്റെ പണികൾ നടക്കുന്നതിനാലാണ് കനാൽ വഴിയുള്ള ജലവിതരണം നിർത്തിവെച്ചതെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറഞ്ഞു. എന്നാൽ അറ്റകുറ്റപ്പണികളുടെ പേര് പറഞ്ഞ് ജലവിതരണം തടഞ്ഞുവെച്ചതിനെതിരെ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ജനങ്ങൾ കെഞ്ചുന്നൊരവസ്ഥയാണ്. ഇപ്പോൾ ഇവിടെ വന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇവർ പറയുന്നത് 3 മാസം മുമ്പ് ഇവർ ഉദ്യോഗസ്ഥ തല മീറ്റിംഗ് കൂടിയപ്പോഴത്തേന് പറഞ്ഞതാണ് ഈ മണിയാറിലെ ഷട്ടറുകൾ പുതുക്കി പണിയണം, അതിനുവേണ്ടിയാണ് ഈ വെള്ളം തുറന്നു വിടാൻ ഇവർ തയ്യാറാവാത്തത്. പക്ഷെ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഈ ഷട്ടറുകൾ പണിയുവാൻ ഇവർക്ക് ഒരുപാട് സമയം ഇവർക്കുണ്ടായിരുന്നു. ആ സമയത്തൊന്നും മുതിരാതെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ 45 ഡിഗ്രി വരെ താപനില ഉയരും എന്ന് പറയുമ്പോഴാണ് ഇവർ ഈ ഷട്ടറുകൾ പണിയുവാൻ വേണ്ടി തയ്യാറാവുന്നത്. ഒരു കാര്യം ഞങ്ങൾ വളരെ സ്പഷ്ടമായിട്ട് പറയുവാൻ ഈ സമയം മുതിരുകയാണ്. ഈ പറയുന്ന രീതിയിൽ ഇവർ ഈ തട്ടാമുട്ടി ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ മന്ത്രി കുങ്ങന്മാരും അല്ല ഇവിടുത്തെ ഭരണപക്ഷക്കാരും മുന്നോട്ട് പോവുകയാണെങ്കിൽ, ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിശക്തമായിട്ടുള്ള സമരങ്ങൾ ഈ പഞ്ചായത്തിലെ ഭരണസമിതി ഉൾപ്പെടെ ഞങ്ങൾ ഇവിടെ കാഴ്ചവെക്കുവാൻ തയ്യാറാകും. മണ്ഡലത്തിന്റെ ഒന്നാകെയുള്ള പ്രശ്നം കണക്കിലെടുത്ത് ഭരണ പ്രതിപക്ഷാംഗങ്ങളും ധർണയിൽ പങ്കെടുത്തു. കുടിവെള്ള പ്രശ്ന പരിഹാരത്തിനായി അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനിടയ്ക്ക് കനാൽ തുറന്നുവിടുന്ന ഒരു സമീപനം ഞങ്ങൾ സ്വീകരിച്ചു. അപ്പോൾ ഇടയ്ക്ക് ബഹുമാനപ്പെട്ട മിനിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ഒരു 3-4 ദിവസക്കാലം കനാൽ തുറന്നു വിട്ടു. ഇപ്പോൾ അവിടുത്തെ ഡാമിൻ്റെ പണി തുടങ്ങിയതുകൊണ്ട് കനാൽ അഴിച്ചുവിടാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. മിനിസ്റ്റർ അത് ബന്ധപ്പെട്ടിരുന്നു. ഡാമിൻ്റെ പണി ഇനി പൂർത്തീകരിക്കാതെ ഈ വരുന്ന ഒരു മാസക്കാലം കനാൽ തുറന്നു വിടാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി. അപ്പോൾ ഈ വെള്ളം കൊണ്ട് കൊടുക്കുക എന്നുള്ളതാണ് പഞ്ചായത്തിൽ നിക്ഷിപ്തമായിട്ടുള്ള ഈ ഉണക്ക് സമയത്ത് കൃത്യമായിട്ടും വാഹനങ്ങളിൽ, കൃത്യമായിട്ടും വീടുകളിൽ ജനങ്ങൾക്ക് വെള്ളം എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്വം പഞ്ചായത്ത് ഭരണസമിതി പാലിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ ശക്തമായ സമരങ്ങൾ വരും ദിവസങ്ങളിൽ ഞങ്ങൾ നടത്തും. പുലിയൂർ പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പലതവണ പഞ്ചായത്തുകൾ കയറിയിറങ്ങി. എന്നാൽ വേണ്ട നടപടികൾ സ്വീകരിക്കാത്തതിലും പഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥിതിയിലും പ്രതിഷേധിച്ച് LDFന്റെ നേതൃത്വത്തിലും പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. പിന്നാലെ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ യോഗം ചേരുകയും ജലവിതരണം നടത്തുകയും ചെയ്തു. എന്നാൽ ഡാമിന്റെ ഷട്ടറുകളുടെ പണി എത്രയും വേഗം പൂർത്തീകരിക്കേണ്ടതുകൊണ്ടാണ് ജലവിതരണം നിർത്തിവെച്ച് പണി ആരംഭിച്ചതെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറഞ്ഞു. മഴക്കാലം ആരംഭിക്കുന്നതിന് മുൻപ് പണികൾ പൂർത്തീകരിച്ച് കനാല് വഴി ജലം തുറന്നു കൊടുക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഷട്ടറുകളുടെ പ്രവൃത്തികൾ മൺസൂൺ മുമ്പ് പൂർത്തീകരിച്ചില്ലെങ്കിൽ വലിയൊരു ബുദ്ധിമുട്ടിലേക്ക്, അല്ലെങ്കിൽ വർഷകാലത്ത് വലിയൊരു പ്രശ്നം, വലിയ ഡിസാസ്റ്ററിന് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വളരെ അടിയന്തരമായിട്ട് ഈ പ്രവൃത്തി ഇപ്പോൾ ഏറ്റെടുത്ത് നടത്തുന്നത്. ജനങ്ങൾ ആവശ്യപ്പെടുന്നത് പോലെ വരൾച്ചയുടെ രൂക്ഷത ഇപ്പോൾ ഉണ്ടെങ്കിലും ജനുവരി മാസത്തിൽ ഈ കൃഷിക്ക് വേണ്ടിയിട്ട് വെള്ളം വിടേണ്ടി വന്നതുകൊണ്ടാണ് ജനുവരിയിൽ ഈ പ്രവൃത്തി തുടങ്ങാൻ കഴിയാതിരുന്നത്. മാർച്ച് 31 വരെ ജലവിതരണം നടത്തുകയും അതിനുശേഷം നടത്താൻ തീരുമാനിക്കുകയും ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരെ വിളിച്ചുകൂട്ടി മന്ത്രിതലത്തിൽ എടുത്ത തീരുമാനമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ജലവിതരണം നിർത്തിവെച്ച് ഷട്ടറുകളുടെ പ്രവർത്തനം അവിടെ ആരംഭിച്ചിട്ടുള്ളത്. കുടിവെള്ള പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അല്ലാത്ത പക്ഷം കടുത്ത സമരമുറകളുമായി മുന്നോട്ടു പോകുമെന്ന് ജനപ്രതിനിധികൾ അറിയിച്ചു. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ.